ഈ വെള്ളം അടിച്ച് വഴി കിടക്കുന്ന ആൾക്കാരെ വീട്ടിൽ കൊണ്ട് എത്തിക്കുന്ന സ്ഥാപനത്തിൽ എന്നെ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ആ അത് തന്നെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തൊരു ഉത്തരവാദിത്തമാണ് ഉള്ളത്? ഞങ്ങൾ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വിടില്ല ഞങ്ങള്. എന്തായാലും ശരി തന്നെ, വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു കേസ് വിളിച്ച് പറഞ്ഞായിരുന്നു. എന്റെ ഭർത്താവ് ആ സൂര്യ ബാറിന്റെ ഫ്രണ്ടിൽ നിപ്പുണ്ട്, നിങ്ങൾ ഇത്തിരി വിളിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ പറഞ്ഞ പൈസ മുഴുവൻ ഞാൻ എണ്ണി അങ്ങ് തരുകയും ചെയ്തു. എത്ര മണിക്കാണ് സംഭവം? 7 മണിക്ക്. 7 മണിക്ക് മുഹൂർത്തല്ലേ പോയത്? ഇന്നലത്തെ ഇന്നലെ 7 മണിക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു. ഒരു അടിച്ച് പിറ്റായി വളരെ വാളൊക്കെ വെച്ചൊരു ടീം. ഞാനാ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടാക്കിയായിരുന്നു? വീട്ടിൽ കൊണ്ടാക്കിയല്ലോ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. ഏത് വീട്ടിൽ നീ കൊണ്ടാക്കിയത്? ക്ലൈന്റ് പറഞ്ഞ വീട്ടിലാണ് കൊണ്ടാക്കിയത്. അപ്പൊ നീ ഏത് വീട്ടിൽ കൊണ്ടാക്കിയത്? അവന്റെ കാമുകിയുടെ വീട്ടിലാണ് നീ കൊണ്ടാക്കിയത് തന്നെ? അവന്റെ കാമുകിയുടെ വീട്ടിലാണ് നീ കൊണ്ടാക്കിയത്. എന്റെ വീട്ടിലല്ലേ കൊണ്ടാക്കാൻ പറഞ്ഞ ഞാൻ? അവന്റെ കാമുകിയുടെ വീട്ടിൽ കൊണ്ടാക്കി. അവരെ ഇന്ന് രാവിലെ അങ്ങ് എവിടെ കന്യാകുമാരിയിൽ പോയി കല്യാണം കഴിച്ച ആ ഫോട്ടോ എനിക്ക് വാട്സാപ്പിൽ അയച്ചെന്ന്. അപ്പൊക്ക് അറിയാമാ? എനിക്ക് എന്റെ ഭർത്താവിനെ വേണം, ഇല്ലെങ്കിൽ എന്റെ മോള് അടുത്ത ആഴ്ച കല്യാണം കഴിക്കാൻ പോവേണം. അതിന് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനെ വേണം. നിങ്ങൾ ഒരു കരിക്കും ചെയ്. നിങ്ങളെ ഉത്തരവാദിത്തം ഏറ്റെടു. നിങ്ങൾ എന്റെ ഉത്തരവാദിത്തം ഏറ്റെടു. കുടുംബ കുട്ടികളെ കൊള്ളാണ് എന്ന് പറഞ്ഞ് എന്റെ മോക്ക് അടുത്ത ആഴ്ച കല്യാണമാണ്. അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അച്ഛനെ വേണ്ടേ? അതാണ് പ്രശ്നം. ഒരു മിനിറ്റ് ഞാൻ സാർ, അത് ക്ലൈന്റ് പറഞ്ഞിടത്തല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചില ഉത്തരവാദിത്തങ്ങൾ കാണിക്കണം. അവരെന്തെങ്കിലും മോശം പരിപാടി നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ഈ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തോ നമുക്കാണ് ദോഷം. അത് അതുകൊണ്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് നീ ചെയ്യേണ്ട കാര്യം, ഈ സ്ഥാപനത്തിന്റെ യശസ് ഉയർത്തി കാട്ടുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്ക് മാത്രമല്ല, നിനക്ക് പ്രധാനമാണ്. സാറല്ലേ എം ഡി? നീയാണ് എം ഡി. ബുദ്ധിമാനായ ഡ്രൈവർ. ഇതിന് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് വിഷം കുടിച്ച് ചാവും ഞാൻ. ഇങ്ങനൊക്കെ വിഷം ഉണ്ടെ എനിക്ക് കുടിച്ചിട്ട് തരണേ. എന്നെ വീട്ടിൽ കൊണ്ട് ഇട്ടില്ലെങ്കിൽ അതിന്റെ പാതി മേടിച്ച് കുടിച്ച് ഞാനും ചാവും. പറഞ്ഞേക്കാം, ഈ വിഷം എങ്ങാനും ഞാൻ ഇവിടെ കിടന്ന് കുടിച്ച് ചത്തു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിനാണ് മോശം പേര്, അറിയാലോ. നീ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണേ. അപ്പൊ ഞാൻ പറയുന്നത്, നീ എത്ര പെണ്ണ് കണ്ടത്? ഞാൻ 13 പെണ്ണുണ്ട്. വല്ലോ നടന്ന? കല്യാണം നടന്നില്ല. ഇല്ലല്ലോ. അതുകൊണ്ട് ഇതങ്ങ് നടത്താം നമുക്ക്. വിശക്കെന്നു പറഞ്ഞ ആരെങ്കിലും വിഷം വാങ്ങിച്ചു? ഞാൻ ഒരു കാര്യം പറയണ കേള്. വിഷം എങ്ങാനും ഞാൻ കുടിച്ച് ഇവിടെ കിടന്ന് ചത്ത ഈ സ്ഥാപനത്തിനാണ് മോശം. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇതെന്റെ 4ാമത്തെ ഭർത്താവാണ്. ഞാൻ ഈ 4ാമത്തെ സെറ്റപ്പ് ആക്കാൻ പെട്ട പാടി എനിക്ക് മാത്രമേ അറിയാമോ? ചേച്ചിക്ക് ചൂണ്ടിക്കാണിക്കാൻ സഹോദരി, വിഷമിക്കേണ്ട കാര്യമില്ല, എല്ലാം ശരിയാകും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നമുക്ക് 2 വയ്യാവേലികളാണ് ഉള്ളത്. ഒന്ന്, മറ്റവന് വീടറിഞ്ഞൂടാ. ഇവക്ക് ഭർത്താവും വേണം. ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ മതി. ഇത് രണ്ടും കൂടെ ഒന്നിപ്പിച്ചാലോ? അതായിരിക്കും നല്ലത്. ഒന്ന് ഡീൽ ചെയ്യും.